ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാനൽ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ബിഗിനറായിട്ട് യൂട്യൂബിൽ വരുന്ന ഒരുപാട് ആളുകളുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് തന്നെ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ചാനൽ ഡാഷ്ബോർഡാണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഷമീർ ടാൾസ് എന്ന് പറയുന്ന ചാനലിൻ്റെയാണ് 2424 സബ്സ്ക്രൈബ്സ് ഉണ്ട്. അതെല്ലാം നിങ്ങളുടെ ആ ഒരു എന്താ പറയുക സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പുതുതായിട്ട് നമ്മൾ ഈ ഒരു കസ്റ്റമൈസേഷൻ ചെയ്യാത്ത ഒരു ചാനലാണെങ്കിൽ ഇത്തരത്തിലായിരിക്കും. ഞാനിവിടെ ഷമീർ ടാൾസ് എന്ന് പറയുന്ന ചാനൽ തന്നെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ബ്ലാങ്ക് ആണ്, മൊത്തം ഒന്നുമില്ല. വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ വീഡിയോ കാണും. പ്ലേലിസ്റ്റ് പോയാൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് കാണും. കമ്മ്യൂണിറ്റി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ടാബ് പോസ്റ്റ് ചെയ്തത് കാണും. അതുപോലെ ചാനൽസ് എന്നുള്ളതിൽ ചാനലൊന്നും ഇല്ല, ഒരു ഫീച്ചേർഡ് ചാനലായിട്ട് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. എബോട്ടിൽ പോയി കഴിഞ്ഞാൽ എബോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിനാണ് ഈ കസ്റ്റമൈസ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ ഷമീർ ടാൾസ് എന്ന് എഴുതിയത് കണ്ടോ, ഇവിടെ ഒരു ടിക്ക് മാർക്കും കൂടി ഉണ്ടായിരുന്നു. അതടക്കം എനിക്ക് ഒഴിവാക്കേണ്ടി വന്നു. അത് എന്തുകൊണ്ടാണെന്നും ഞാൻ ഇതിലൂടെ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ചാനൽ ഡാഷ്ബോർഡ് തന്നെ ഓപ്പൺ ചെയ്യണേ. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമൈസേഷൻ ചെയ്യേണ്ടത് നമുക്കിവിടെ ഡോളറിൻ്റെ താഴെയായിട്ട് ഒരു ചിഹ്നമുണ്ട്. ഇവിടെ കണ്ടോ, ഈ ഒരു ചിഹ്നത്തിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 3 ഓപ്ഷനാണ് കാണാൻ കഴിയുക. ഒന്ന് ലേഔട്ട്, ബ്രാൻഡിങ്, ബേസിക് ഇൻഫോ എന്ന് പറഞ്ഞിട്ടുള്ള 3 ഓപ്ഷൻ കാണാൻ കഴിയും. ആദ്യത്തെ ലേഔട്ട്, ഓക്കെ, വീഡിയോ സ്പോട്ട് ലൈറ്റ് എന്ന് എഴുതിയിട്ടാണ് കാണുന്നത്. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ ഇവിടെ കണ്ടോ, ചാനൽ ടൈലർ എന്ന് കൊടുത്തിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന വ്യക്തി, സബ്സ്ക്രൈബ്സ് ചെയ്യാതെ വരുന്ന ഒരു വ്യക്തിക്ക് ആദ്യം കാണേണ്ട വീഡിയോ ഏതാണ്? ഇപ്പോൾ നമ്മുടെ ചാനൽ ഹോം പേജൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണേണ്ട വീഡിയോ ഏതാണ് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ കഴിയും. നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്ത് സബ്സ്ക്രൈബ്സ് ചെയ്യാത്ത വ്യക്തിക്കാണ് ആ വീഡിയോ കാണാൻ കഴിയുക. അപ്പോൾ അത് നമുക്കിവിടെ സെറ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ആഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്ത വീഡിയോ ഫയൽ ഇവിടെ ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു, സ്വാഭാവികമായിട്ട് ഞാൻ യൂട്യൂബറിൻ്റെ പിന്നാമ്പുറ കഥകൾ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളെ പോലെയുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അനുഭവിക്കുന്ന ഓരോ കാര്യം, ചെറിയൊരു അനുഭവമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ തന്നെ ഞാനിവിടെ ആദ്യം സെലക്ട് ചെയ്തു. ഓക്കെ, ഇത്തരത്തിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇത് നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റുകയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വേണമെങ്കിലും വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ഓപ്ഷൻ ഇവിടെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ഫീച്ചേർഡ് വീഡിയോ ഫോർ റിട്ടേണിംഗ് സബ്സ്ക്രൈബേഴ്സ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ കാണേണ്ട വീഡിയോ ഏതാണ് എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അതിനും ഇവിടെ ആഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള, നമ്മുടെ ഫാമിലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഏതാണ് എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും അറിയും. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഫാമിലി ആഗ്രഹിക്കുന്ന വീഡിയോ ഏതാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ Q&A എന്നുള്ള, അതായത് നിങ്ങൾ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ചെയ്ത ഒരു വീഡിയോയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒന്ന്, ആദ്യത്തെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതുതായിട്ട് ഒരാൾ ലാൻഡ് ചെയ്താൽ, നമ്മുടെ ചാനലിലേക്ക് ലാൻഡ് ചെയ്താൽ അദ്ദേഹം കാണേണ്ട വീഡിയോ ആണ് ആദ്യത്തെ ഓപ്ഷൻ. അതിന് നല്ല അടിപൊളി വീഡിയോസ് തന്നെ വെക്കുക കേട്ടോ. കാരണം അത്തരത്തിൽ നല്ല വീഡിയോ വെച്ചാലാണ് അദ്ദേഹം ആ വീഡിയോ കാണുകയും അതിലൂടെ അദ്ദേഹത്തിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നല്ലൊരു ഫാമിലി മെമ്പറായിട്ട് നിൽക്കാനുള്ള ആ ഒരു ചാൻസസ് ഉണ്ടാവുക. അപ്പോൾ അടിപൊളി പെർഫെക്റ്റ് വീഡിയോ ആയിരിക്കണം നിങ്ങൾ ആദ്യം വെക്കേണ്ടത്. രണ്ടാമത്തത്, പിന്നെ നമ്മുടെ ഫാമിലിക്ക് സ്വാഭാവികമായിട്ട് ഇഷ്ടമുള്ള, തുടരെ കാണാനൊക്കെ ചില ഫാമിലി മെമ്പേഴ്സിന് ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് രണ്ടാമതിലും വെക്കുക. ഓക്കെ, ഇത്തരത്തിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ആഡ് സെക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്ലോഡ്സ്, പോപ്പുലർ അപ്ലോഡ്സ്, ഷോർട്സ് വീഡിയോ, ലൈവ് നോ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏറ്റവും താഴെ സബ്സ്ക്രിപ്ഷൻ ആൻഡ് ഫീച്ചേർഡ് ചാനൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ ഫീച്ചേർഡ് ചാനൽ ആദ്യം എടുക്കുക, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഫീച്ചേർഡ് ചാനൽ എന്തിനാണ് എടുക്കണമെന്ന് വെച്ചാൽ, ഇതിൽ നമ്മുടെ ചാനലിൻ്റെ, നമുക്ക് രണ്ടാമതൊരു ചാനലുണ്ട് പറഞ്ഞാൽ അതന്നെ ഏറ്റവും ഫസ്റ്റ് നിൽക്കാനാണ്. നമ്മുടെ ഹോം പേജൊക്കെ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽ ഫസ്റ്റ് വരാനാണ്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ അപ്ലോഡ്സ് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെയാവും. പിന്നെ താഴെയായി കഴിഞ്ഞാൽ മൊബൈലിലാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ലാപ്ടോപ്പിലേക്കാണ് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, മുകളിലോട്ട് സ്ക്രോൾ ചെയ്യാനുള്ളത്. ഇതിൽ സ്ക്രോൾ ആവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മൊബൈലിലായതുകൊണ്ട് മൊബൈൽ യൂസേഴ്സിന് ഇത്തരത്തിൽ പറഞ്ഞു തരുന്നത് കേട്ടോ. ആഡ് സെക്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഫീച്ചേർഡ് ചാനൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. ഇവിടെ നമ്മൾ ടൈറ്റിൽ എന്താണെന്ന് വെച്ചാൽ മൈ സെക്കൻഡ് ചാനൽ എന്നോ സെക്കൻഡ് ചാനൽ, ഇത്തരത്തിൽ ഞാൻ ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. എന്നതിന് ശേഷം ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യണത് ഞാൻ യൂട്യൂബേഴ്സ് കോർണർ മലയാളം, യൂട്യൂബേഴ്സ് റിയാക്ട് അല്ല, സോറി, യൂട്യൂബേഴ്സ് കോർണർ മലയാളം. ഓക്കെ,
അപ്പോൾ ഇത്തരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇവിടെ വരുന്നതായിരിക്കും. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഇതിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. ആ ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം ഇവിടെ നമ്മൾ ഡൺ എന്ന് കൊടുക്കുക. ഓക്കെ, ഡൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചാനൽ സെറ്റായി. ഓക്കെ, അപ്പോൾ അത് കണ്ടോ, ആ ഒരു വ്യക്തി പുതുതായിട്ട് ഒരു വ്യക്തി വരികയാണെങ്കിൽ ചാനൽ അവർ ഇഷ്ടപ്പെടുന്ന വീഡിയോ കാണും. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ ചാനൽ ഇവിടെ കാണുന്നതായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ചാനൽ ചെയ്യേണ്ട സ്വാഭാവികമായിട്ട് ആ ചാനലിലേക്കും അദ്ദേഹം വരികയും അതിലുള്ള വീഡിയോസൊക്കെ കാണുകയും അങ്ങനെയുള്ള ഒരു പ്രതിബദ്ധത ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഫീച്ചേർഡ് ചാനൽ സെറ്റ് ചെയ്ത ശേഷം ഇവിടെ ആഡ് സെക്ഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടെ പോപ്പുലർ അപ്ലോഡ്സ്, അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന വീഡിയോസ്, ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള വീഡിയോസ് നമുക്ക് ഇവിടെ പോപ്പുലർ അപ്ലോഡ്സ് എന്നുള്ളതിൽ കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ അതാണ് ഇവിടെ വരിക കേട്ടോ. അപ്പോൾ ഇവിടെ സിലു ടാക്സിൻ്റെ ഒരു വീഡിയോ ഇവിടെ വന്നിരിക്കുന്നുണ്ടോ, നന്നായിട്ട് വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ മറ്റുള്ള വീഡിയോസൊക്കെ വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ പോപ്പുലർ വീഡിയോസ് അത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരാൾ നമ്മുടെ ചാനലിൽ വന്ന് നോക്കുമ്പോൾ ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ ഏതാണ് എന്നൊക്കെ നോക്കി കാണും. അപ്പോൾ അവർക്ക് നോക്കി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഇവിടെ ആഡ് സെക്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം നമുക്കിവിടെ ഏതാണ് ഇനി കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. അപ്ലോഡ്സ്, ഷോർട്സ് വീഡിയോ, ലൈവ് നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാണാൻ കഴിയും. ഈ സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് കൊടുക്കണ്ട. സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, നമ്മൾ മറ്റുള്ള ചാനലുകളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് അവിടെ കാണുക. അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളത് മറ്റുള്ളവരെ കാണിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്ലോഡ്സ് കൊടുക്കാം, ഷോർട്സ് വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ്സ് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. എഡിറ്റ് അല്ല, റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഭാഗം മാറ്റി വേറെ നിങ്ങൾക്ക് അപ്ലോഡ്സ് വീഡിയോ അല്ലെങ്കിൽ ലൈവ് നോ എന്നുള്ളതൊക്കെ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു കാര്യം പറയാൻ ഉദ്ദേശിച്ചത്, ഇവിടെ ഈ 2 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് പോകേണ്ടതാണ്. ഇവിടെ പോകുന്നില്ല. ഈ 2 ലൈൻ കാണുന്നുണ്ടല്ലോ, ഈ 2 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയൽ ഇങ്ങനെ മുകളിലോട്ട് പോകേണ്ടതാണ്. ഇതിൽ പോകുന്നില്ല, മൊബൈലിൽ പോകുന്നില്ല. സാധാരണ ഞാൻ ഈ ഫീച്ചേർഡ് ചാനൽ എന്നുള്ളത് ഏറ്റവും ലാസ്റ്റാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇത് മുകളിലോട്ട് പോകാത്തത് കൊണ്ടാണ് ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. കമ്പ്യൂട്ടറിൽ, ലാപ്ടോപ്പിലൊക്കെ ചെയ്യുന്നവർക്ക് ഇത് ഇങ്ങനെ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ മൊബൈലിൽ ചെയ്യുന്നവർക്കാണ് ഇത്തരത്തിൽ മുകളിലോട്ട് പോകാത്തത്. എനിക്ക് പോകുന്നില്ല. ഇനി നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. ചിലവരുടെ മൊബൈലിലൊക്കെ പോകുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ 2 ഡോട്ടിൽ ആ 2 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് പോകേണ്ടതാണ്, പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ഫീച്ചേർഡ് ചാനൽ എന്നുള്ളത് ആദ്യം സെലക്ട് ചെയ്യാം. നമ്മുടെ രണ്ടാമത്തെ ചാനലിനെ പരിചയപ്പെടുത്താനായിട്ട് ഇത്തരത്തിൽ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോകാം. ബ്രാൻഡിങ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ പിക്ചർ, നമ്മുടെ ലോഗോ, അത് നമുക്ക് ഏത് വേണമെങ്കിലും നമ്മുടെ ഫോട്ടോയോ നമ്മൾ ലോഗോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്കിവിടെ ആഡ് ചെയ്യാൻ കഴിയും. ഇവിടെ ചേഞ്ച് ആൻഡ് റിമൂവ് ആണ്, നമുക്ക് ചേഞ്ച് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ കാണാൻ കഴിയും ബാനർ ഇമേജ് എന്നുള്ളത്. ബാനർ ഇമേജിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ടി വിയിൽ ഒരു തരത്തിലെ കാണുക, ലാപ്ടോപ്പിൽ ഒരു തരത്തിലെ കാണുക, മൊബൈലിൽ ഒരു തരത്തിലെ കാണുക. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇത് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് അടുത്തൊരു വീഡിയോ ഞാൻ പെട്ടെന്ന് പോസ്റ്റ് ചെയ്യാം. മുമ്പ് ഇട്ടിട്ടുണ്ട്, പഴയ വീഡിയോ ആണ്. പക്ഷേ പുതുതായിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇവിടെ അപ്ലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ബാനർ സെറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് പോകാം. വീഡിയോ വാട്ടർമാർക്ക്. അതും ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. 150x150 റേഷ്യോയിലുള്ള ഇമേജ് ആയിരിക്കണം. അതുപോലെ PNG ആയിരിക്കണം. ഇപ്പോൾ GIF എന്നുള്ള ആ ഒരു ആനിമേഷൻ്റെ, അങ്ങനെ ഈ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പിക്ചർ ആവാൻ പാടില്ല. അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അപ്ലോഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു അപ്ലോഡ് കൊടുക്കുകയാണ്. എന്നിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ചുമ്മാ ഞാൻ എൻ്റെ ഈ ഒരു ഷമീർ ടാക്സിൻ്റെ തന്നെ എടുക്കുന്നുണ്ട്. കണ്ടോ, കറക്റ്റ് സ്ക്വയറായിട്ട് വന്ന് അത് തന്നെയാണ് ഇവിടെ വരിക. എന്നതിന് ശേഷം ഇവിടെ ഡൺ എന്നുണ്ടാവും. ഡൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കണ്ടോ, ഈ ഒരു താഴത്ത് കണ്ടോ 1/1 ആ ഒരു കറക്റ്റ് ഇമേജാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്തിട്ട് തന്നെ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു 1/1 ഇമേജാണ് ഇവിടെ കാണുന്നത്. ഇത് നിങ്ങൾക്ക് എൻഡ് ഓഫ് വീഡിയോയുടെ ലാസ്റ്റ് വേണോ, അതുപോലെ കസ്റ്റം സ്റ്റാർട്ട്, അതായത് വീഡിയോയുടെ ഫസ്റ്റ് വേണോ, വീഡിയോ ഓൾ ഓവർ വീഡിയോയിൽ വേണോ? ഓൾ ഓവർ വീഡിയോയിൽ വേണമെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യണം. ഓക്കെ, വീഡിയോയുടെ എല്ലാ ഭാഗത്തും ഈ വാട്ടർമാർക്ക് വേണമെങ്കിലാണ് ഇത്തരത്തിൽ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട്, വേറെ ഒന്നും ചെയ്യാനില്ല, ഇത്തരത്തിൽ സെലക്ട് ചെയ്യുക വേണ്ടു. എന്നതിന് ശേഷം ഏറ്റവും മുകളിൽ പബ്ലിഷ് എന്നുണ്ട്. അത് നിങ്ങൾ എല്ലാ കാര്യം ഈ 3 കാര്യങ്ങളും ഫുള്ള് ചെയ്ത ശേഷം പബ്ലിഷ് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇത് കൊടുക്കുന്നില്ല. ഇതിന് ഞാൻ റിമൂവ് ചെയ്യാൻ കേട്ടോ. കാരണം അത് ഒരു ഫോട്ടോ ഞാൻ ഉദ്ദേശിച്ചതല്ല. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇത്തരത്തിൽ കൊടുക്കുക. അപ്പോൾ വീഡിയോയുടെ എല്ലാ ഭാഗത്തും വാട്ടർമാർക്ക് വരും. ആരെങ്കിലും വീഡിയോ ഡൗൺലോഡ് ചെയ്താലും വാട്ടർമാർക്ക് വരും. പക്ഷേ ആ വാട്ടർമാർക്ക് ഒരു സൈഡിലാണ് ഉണ്ടാവുക കേട്ടോ. അതുകൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നുമില്ല. പക്ഷേ നമ്മുടെ വീഡിയോ ആണ് എന്നുള്ള ഒരു തെളിവാണത് ആ വാട്ടർമാർക്ക് കൊടുക്കുന്നത് കൊണ്ട്. വാട്ടർമാർക്ക് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും നമുക്ക് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ ഇതിലൂടെ നമുക്ക് ജെന്യൂൻ ആയിട്ട് എല്ലാ വീഡിയോസിനും വാട്ടർമാർക്ക് കൊടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിലും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ അതിനൊക്കെ ഈ ഒരു വാട്ടർമാർക്ക് വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് പോകാം, ബേസിക് ഇൻഫോ. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഷമീർ ടാക്സ് എന്ന് പറയുന്ന എൻ്റെ ചാനലിൽ ടിക്ക് മാർക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ടിക്ക് മാർക്ക് എടുത്ത് കളഞ്ഞിട്ട് ഞാൻ ഷമീർ ടാക്സ് എന്ന് മാത്രമാക്കി. അതിവിടെ പേര് എഡിറ്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നെയിം എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിസ്ക്രിപ്ഷനാണ്. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ചാനൽ എബോട്ടിൽ വന്നാൽ വ്യക്തികൾ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ചാനൽ എബോട്ട് നോക്കും. അതിൽ വന്നാൽ നമ്മുടെ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതെല്ലാം നമ്മൾ കുറച്ച് കാര്യങ്ങൾ കുറിച്ച് വയ്ക്കുക. എന്താണ് നമ്മൾ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് നമ്മൾ കൊടുക്കുന്നത്, ഏത് ടൈമിലാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എബോട്ടിൽ വയ്ക്കാൻ പറ്റും. അതുപോലെ ബിസിനസ് എൻക്വയറിക്ക് വേണ്ടി ഇമെയിൽ വയ്ക്കാൻ പറ്റും. അതെല്ലാം നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ ആഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒറിജിനൽ ലാംഗ്വേജ് ഏതാണ്, അത് നിങ്ങൾ മലയാളം ആണെങ്കിൽ മലയാളം കൊടുക്കാം. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയത് എന്താണ്, ഇംഗ്ലീഷ് കൊടുക്കാം. ഇംഗ്ലീഷ് കൊടുത്തിട്ട് ഷമീർ ടാക്സ് ഇതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ വന്നിട്ടുണ്ട്. ഇതേത് മലയാളീകരിച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് ലാംഗ്വേജ് മലയാളം എന്ന് എഴുതിയിട്ട് പിന്നെ ഇവിടെ ഡിസ്ക്രിപ്ഷൻ, ഇവിടെ മലയാളം സെലക്ട് ചെയ്യാനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് സേവ് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ കൊടുക്കുന്നൊന്നുമില്ല. ഇത് കൊടുത്തിട്ടും എനിക്ക് ഒന്നും കാണാൻ പറ്റിയില്ല എബൌട്ട് സെക്ഷനിൽ, അതുകൊണ്ട് ഞാൻ ഇത് കൊടുക്കുന്നില്ല. നിങ്ങളൊന്ന് കൊടുത്തു നോക്കുക. ഓക്കെ, എന്താണ് ചെയ്യേണ്ടതെന്ന് മാത്രം ഡീറ്റെയിൽ ഇതിൽ പറഞ്ഞു തരികയാണ്. പിന്നെ നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നതാണ് ചാനൽ URL. ഈ ചാനൽ URL എന്നുള്ളത് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ. ഈ ഒരു ചാനൽ URL നിങ്ങൾക്ക് ഇവിടെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കണ്ടോ. ഇവിടെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യാം കേട്ടോ. കോപ്പി ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നമ്മുടെ ചാനൽ ഹാക്കിങ് ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ ചാനൽ URL നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് കസ്റ്റം URL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. അത് 100 സബ്സ്ക്രൈബ്സ് കഴിഞ്ഞവർക്ക്, 30 ദിവസം ഹോൾഡ് ആയവർക്ക്, ചാനൽ 30 ദിവസം ഹോൾഡ് ആയിരിക്കണം, ചാനൽ ബാനർ ഉണ്ടായിരിക്കണം, ചാനൽ ഐക്കൺ ഉണ്ടായിരിക്കണം, അവർക്ക് കസ്റ്റം URL ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ചാനൽ ബാനർ വെച്ചിട്ടില്ല, എന്നിരുന്നാലും നമുക്ക് കസ്റ്റം URL ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. നമ്മുടെ ഇപ്പോൾ 2000 സബ്സ്ക്രൈബ്സിന് മേലെ ആയിട്ടുണ്ട്. അതുപോലെ ചാനൽ ഐക്കണൊക്കെ ഉണ്ട്. ചാനൽ ബാനർ ഇതിന് നിർബന്ധമല്ല എന്നാണ് തോന്നുന്നത്, പക്ഷേ ഇതിൻ്റെ ക്രൈറ്റീരിയയിൽ അങ്ങനെ പറയുന്നുണ്ട് ചാനൽ ബാനറൊക്കെ ഉണ്ടായിരിക്കണമെന്ന്. അപ്പോൾ എനിവേ നമുക്ക് ഇതിലൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. കണ്ടോ, കസ്റ്റം URL ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് സെറ്റ് ചെയ്യുക. കസ്റ്റം URL ഫോർ യുവർ ചാനൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത്തരത്തിൽ കണ്ടോ, ഇവിടെ സ്ലാഷ് ഇട്ടിട്ട് ഷമീർ ടാക്സ് എന്ന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ മുമ്പ് ഇത് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഇവിടെ ഈ ഷമീർ ടാക്സ് എന്നുള്ളവിടെ ടിക്ക് മാർക്ക് ഉണ്ടായിരുന്നു. എൻ്റെ ചാനൽ കാണുന്നവർക്ക്, മുമ്പുള്ളവർക്കൊക്കെ അറിയാം, ഒരു ടിക്ക് മാർക്ക്, ടിക്ക് ബാഡ്ജ് ഞാൻ തന്നെ കൊടുത്തതാണ്, ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് കൊടുത്തതാണ് ചുമ്മാ. അപ്പോൾ ആ ഒരു ടിക്ക് മാർക്ക് ഒഴിവാക്കിയപ്പോഴാണ് എനിക്ക് ഈ ഒരു കസ്റ്റം URL ഇവിടെ ഓൾറെഡി നിർമ്മിച്ചതുപോലെ വന്നത്. പിന്നെ ഈ ഒരു കോളത്തിൽ നമുക്ക് ആഡ് ലെറ്ററും നമ്പറൊക്കെ കൊടുക്കേണ്ട ഓപ്ഷൻ വന്നു. ഞാൻ എന്ത് കൊടുത്തിട്ട് വരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ടിക്ക് മാർക്ക് ഒഴിവാക്കിയപ്പോഴാണ് എനിക്കിവിടെ കസ്റ്റം URL ഓൾറെഡി ഉള്ളത്. എൻ്റെ പേരിൽ തന്നെ ആരും ക്രിയേറ്റ് ചെയ്യാത്ത ഒരു കസ്റ്റം URL ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഷമീർ ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കസ്റ്റം URL വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യണം, എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ബോക്സിൽ എന്തെങ്കിലും ആഡ് ചെയ്ത് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു കസ്റ്റം URLും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഇവിടെ കസ്റ്റം URL യൂട്യൂബ് തന്നെ തരുന്നുണ്ട്. ഇവിടെ അടിപൊളിയായിട്ട് നമ്മുടെ നെയിമോട് കൂടി തന്നെ തരുന്നത് കൊണ്ട് ഞാൻ അത് തന്നെ സെലക്ട് ചെയ്യണം. ഓക്കെ, ഇത് സെലക്ട് ചെയ്ത ശേഷം പിന്നെ ഇവിടെ ആഡ് ലിങ്ക് എന്നാണ്. നമുക്ക് 5 ലിങ്കുകൾ ഇവിടെ നമുക്ക് കൊടുക്കാം, 5 നെയിമും ലിങ്കും. അതായത് 5 എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഫേസ്ബുക്ക്, ട്വിറ്റർ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇൻസ്റ്റാഗ്രാം എന്ന് എഴുതുക, എന്നിട്ട് അതിൻ്റെ URL ഇവിടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതേപോലെ ഇവിടെ ആഡ് ലിങ്ക് എന്നുള്ളത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഒരു ഓപ്ഷനും കൂടി വരും. അതായത് ഇനി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾ. ആദ്യത്തെ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ വരുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് 5 വയ്ക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ അടുത്തൊരു ഓപ്ഷനാണ് ലിങ്ക് ഓൺ ബാനർ എന്ന് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ബാനറിൽ എത്ര ലിങ്കുകൾ കാണിക്കണം എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ലിങ്ക്, അതായത് ഈ ഒരു ലിങ്ക് നമ്മൾ കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്തിട്ട് 5 കൊടുക്കുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയേൻ്റെ, അത് എത്ര ബാനറിൽ കാണിക്കണം എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റത്തെ 2 വേണോ, ഫസ്റ്റത്തെ 3 വേണോ, 5 വേണോ എന്നുള്ളതൊക്കെ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഇത്തരത്തിൽ കൊടുത്താൽ നമ്മുടെ ചാനലിൻ്റെ ബാനറിലൂടെ തന്നെ ആ ഒരു ലിങ്ക് ഫേസ്ബുക്കിൻ്റെ, ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ അവിടെ കാണാൻ കഴിയും. ഓക്കെ, അതാണ് ഈ ഒരു സെറ്റിംഗ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കോൺടാക്റ്റ് ഇൻഫോ, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കോൺടാക്റ്റ് ഇൻഫോ ഇവിടെ കൊടുക്കാൻ പറ്റും. ഇമെയിൽ ID, നമ്മുടെ ബിസിനസ് പരമായിട്ട് ചാനൽ ഇമെയിൽ ID കൊടുക്കരുത് കേട്ടോ. ബിസിനസ് പരമായിട്ട് ഏതെങ്കിലും കമ്പനികൾ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഇമെയിൽ ID ആണ്, അത് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഇത്തരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് പബ്ലിഷ് ചെയ്യാനാണ്. അതിവിടെ റെഡ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അത് നമ്മൾ എന്ത് ചെയ്യണം അറിയോ, ക്യാൻസൽ ചെയ്യാം.
അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഡിലീറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്കിവിടെ സേവ് പബ്ലിക് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൺഫേം എന്നുള്ള ഒരു ഓപ്ഷൻ വരും. കാരണം നമ്മൾ കസ്റ്റം URL കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കസ്റ്റം URL നമ്മൾ കൺഫേം അല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ കൺഫേം എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കസ്റ്റം URL കൂടി നമ്മൾ ഇതിലൂടെ ക്രിയേറ്റ് ചെയ്തു. എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നു. അപ്പോൾ ഇതിലൂടെ കസ്റ്റം URL കൂടി ആയി. അപ്പോൾ ചാനൽ ബാനർ നിർബന്ധമില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ ചാനൽ ബാനർ നിർമ്മിച്ചിട്ടില്ല ഈ ഒരു ചാനലിൽ. അപ്പോൾ നമുക്ക് കസ്റ്റം URL കൂടി കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ കഴിയും കസ്റ്റം URL. ഈ കസ്റ്റം URL എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു കസ്റ്റം URL ആരെങ്കിലും ക്രോം ബ്രൗസറിൽ പോയിട്ട് സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഷമീർ ടാക്സ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു യുണീക്കായിട്ടുള്ള ഒരു നെയിമാണ്. ഇനി ആർക്ക് വേണമെങ്കിലും നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഷമീർ ടാക്സ് എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു ചാനൽ ലിങ്ക് കൊടുത്താൽ, ഈ ഒരു കസ്റ്റം URL ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു യുണീക്കായിട്ടുള്ള ഒരു നെയിമായി മാറി എന്നുള്ളതാണ്. അത് ക്രിയേറ്റ് ചെയ്യാൻ ഇത്തരത്തിലാണ് എല്ലാവരും ചെയ്യേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ചാനൽ നെയിമിൽ ഒരു ചെറിയൊരു ഭേദഗതിയൊക്കെ വരുത്തി നോക്കുക. അപ്പോൾ നിങ്ങൾക്കും കസ്റ്റം URL നിർമ്മിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ കസ്റ്റമൈസേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണെന്ന് മനസ്സിലായല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക കേട്ടോ. കമൻറ്റായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് വീഡിയോ തന്നെ ഞാൻ തരുന്നതായിരിക്കും. അതല്ല പറഞ്ഞാൽ അതിൽ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട വ്യക്തികൾക്ക് മാത്രമേ ഈ ഒരു കാര്യം കിട്ടുകയുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത്ര നേരം എല്ലാ സെറ്റിങ്സും ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ബ്രാൻഡിങ് ക്രിയേറ്റ് ചെയ്തു. ബ്രാൻഡിങ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മളിതിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്തിട്ട് ഉള്ള ഫോട്ടോസ് ഇതിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ പബ്ലിഷ് എന്ന് എനേബിൾ ആയിട്ട് വരും. അത് നമ്മൾ എന്തായാലും കൊടുത്തിരിക്കണം. അപ്പോൾ നമുക്ക് ലേഔട്ട് എന്നുള്ള ഓപ്ഷനിൽ പോകാം. കണ്ടോ, നമ്മളിവിടെ പബ്ലിഷ് ചെയ്യാത്തതുകൊണ്ട് ആദ്യം സെറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പോയി എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ രണ്ടാമത് ഇതുപോലെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്ന വ്യക്തിക്ക് കാണേണ്ട വീഡിയോ ഏതാണ് എന്നുള്ളത് ഞാൻ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത്തരത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പബ്ലിഷ് എന്നുള്ള ഓപ്ഷൻ എനേബിളായി വരുന്നതായിരിക്കും. അപ്പോൾ ഇത് എനേബിളായി കഴിഞ്ഞാൽ രണ്ടാമത്തെ സെറ്റിങ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് പബ്ലിഷ് ചെയ്തിരിക്കണം. പബ്ലിഷ് ചെയ്ത ശേഷമേ രണ്ടാമത്തെ ഇവിടെ ബ്രാൻഡിങ്ങും ബേസിക് ഇൻഫോയിലേക്കൊക്കെ പോകാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അല്ലാത്ത പക്ഷം നിങ്ങൾ ആദ്യം ഈ ഒരു ഓപ്ഷനിലേക്ക് വന്ന് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വീണ്ടും പബ്ലിഷ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, വീഡിയോ ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ഈ ഒരു ഓപ്ഷൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിക്കാണ്ടത്, എന്തൊക്കെ ബെനിഫിറ്റാണ്, എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ മനസ്സിലായി എന്നുള്ള ധാരണയുണ്ട് എനിക്ക്. കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് നോക്കിക്കണ്ട് ചെയ്യാവുന്ന എല്ലാ സെറ്റിംഗ് മൊബൈൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. മൊബൈലിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പുതുതായിട്ട് വരുന്ന വ്യക്തി നമ്മുടെ ചാനലിൽ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി നോക്കുമ്പോൾ ആ ഒരു എബൌട്ട് സെക്ഷൻ വരെ എത്തുമ്പോൾ അതിലുള്ള എല്ലാ കാര്യങ്ങളും ഓരോ ഫീച്ചറിലും എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതെല്ലാം കാണുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ചാനൽ കസ്റ്റമൈസേഷനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നന്നായി ബോധ്യമായി എന്നുള്ള കരുതലോടുകൂടി വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.